ഹായ്. ഇന്ന് ഒരു ചെറിയ ടോപ്പിക്കുമായിട്ട് ഒരു ചെറിയൊരു ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു ചെറിയൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചാണ്. അപ്പൊ നമ്മള് പലപ്പോഴും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഞാനൊക്കെ ഏർലി സ്റ്റേജസില് കുറച്ചും കൂടി നേരത്തെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നെങ്കില് കുറച്ചും കൂടി ബെറ്റർ ആവുമായിരുന്നു എന്ന് വിചാരിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. ഇത് ഭയങ്കര സ്ട്രക്ചേർഡ് ആയിട്ടൊന്നുമല്ല പറയുന്നത്. ഞാൻ ആ തോട്ട് പ്രോസസ്സുകൾ എങ്ങനെ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളൊരു ഹൈപ്പോത്തീസിസ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഊഹത്തിന്റെ പുറത്താവും. ഊഹം എന്ന് പറയുന്ന സമയത്ത് ലൈക്ക് നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും. ഇന്നൊരു സാധനം, ഇന്നൊരു പ്രോബ്ലം സോൾവ് ചെയ്യുക അല്ലെങ്കിൽ ഇന്നൊരു കാര്യത്തില് കുറച്ചും കൂടി ബെറ്റർ ആയാൽ എങ്ങനെയാണ്? നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആക്കി ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെയുള്ള ഒരു ഐഡിയയുടെ പുറത്താണ് നമ്മൾ പലപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ പലപ്പോഴും വിചാരിച്ചിട്ടുള്ള ആദ്യത്തെ ഒരു കോമൺ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഐഡിയാസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി ഐഡിയാസ് തന്നെയാണ് ഇമ്പോർട്ടന്റ്. പക്ഷെ അതിലുപരി നമ്മുടെ ഐഡിയനേക്കാളും നമ്മൾ എന്ത് പ്രോബ്ലം ആണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളതിനാണ് കുറച്ചും കൂടി കൂടുതൽ പ്രയോറിറ്റി ഉള്ളത്. കാരണം നമുക്ക് ഇല്ലാത്ത ഐഡിയ ഇല്ല. ഇപ്പം നിങ്ങളെ ഒരു നിങ്ങൾ കുറച്ച് മുമ്പേ അല്ലെങ്കിൽ ഒരു വർഷം മുമ്പേ വിചാരിച്ച പല ഐഡിയകളും ഇന്ന് നിങ്ങൾക്ക് റെലവെന്റ് ആവണമെന്നില്ല. അപ്പം നമ്മൾ വിചാരിക്കുന്ന ഐഡിയ മാത്രമല്ല അതിന്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഐഡിയാസ് ഡെഫിനറ്റ്ലി ഒരു ഗുഡ് സ്റ്റാർട്ടാണ്. പക്ഷെ ഐഡിയയുടെ പുറത്ത് നമ്മള് കുറെ ഊഹങ്ങൾ ഉണ്ടാക്കും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇന്ന ലെവലിലേക്ക് റിസൾട്ട് വരും. അത് കഴിഞ്ഞാൽ ഈ ഒരു റിസൾട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പറയുന്ന ഒരുപാട് നമ്മളുടേതായിട്ടുള്ള ഹൈപ്പോത്തിസിസുകള് നമ്മൾ മനസ്സിൽ കൂട്ടും. അപ്പൊ അതുപോലെ ഐഡിയാസ് അല്ല എന്നുള്ളതാണ് ആദ്യത്തെ പാർട്ട്. ഐഡിയാസ് ഒരു ഫാക്ടർ എന്നുള്ളതിനേക്കാളും നമ്മൾ എന്ത് പ്രോബ്ലം ആണ് സോൾവ് ചെയ്യുന്നത്, ആ ഒരു പ്രോബ്ലത്തിന് ഒരു മാർക്കറ്റ് ഉണ്ടോ, അത് വളരുന്ന മാർക്കറ്റ് ആണോ, ആഹ് ആ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഇപ്പൊ കിട്ടുന്ന എക്സിസ്റ്റിംഗ്ലി അവർക്ക് അവൈലബിൾ ആവുന്ന സർവീസിനേക്കാളും പ്രൊഡക്റ്റിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളതാണോ, അത് എത്രത്തോളം ബെറ്റർ ആണ്, അവരിതിന് പേയ്മെന്റ് തരുമോ, നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവൽ ഓഫ് പേയ്മെന്റ് തരുമോ, നമുക്ക് ഈ ഒരു പേയ്മെന്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എക്സ്പെൻസും റിട്ടേണും നമുക്ക് പോസിബിൾ ആവോ, ഇതുപോലുള്ള പ്രൈമറി പാർട്ടുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഏത് ലെവലിലാണ് നമുക്ക് ഇപ്പം ഓൾറെഡി ബിസിനസ് ചെയ്യുന്നവരാണ് ഉണ്ടെങ്കിലും ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന മെട്രിക്സുകൾ നമ്മൾ കറക്റ്റ് ആയിട്ട് വാലിഡേറ്റ് ചെയ്യണം. അതായത് നമുക്ക് ഈ ഒരു റിസൾട്ട് നമുക്ക് തരുമോ എന്നുള്ളതും അതിന്റെ ഔട്ട്കം നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളതിന്റെ ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ട പാർട്ടാണ്. അതിന്റെ രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൽ സെറ്റ് നമുക്ക് വേണം. അപ്പൊ ഈ സ്കിൽ സെറ്റ് എന്ന് പറയുന്നതും വളരെ ഒരു ജനറിക് ടേമാണ്. സ്കിൽ സെറ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരുന്നു ഞാൻ പറഞ്ഞുതരാം. സ്കിൽ സെറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ സംഭവമാണ് എന്ന് നമ്മൾ വളരെ തെറ്റിദ്ധരിക്കും. സ്കിൽ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് എന്താ പറയാ നമ്മളുടെ നോളജും അണ്ടർസ്റ്റാൻഡിങ് എക്സ്പീരിയൻസിനെയാണ് നമ്മൾ സ്കിൽ സെറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഒരു റോബോട്ടിക് കമ്പനി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് റോബോട്ടിക്സിലെ മാത്രം സ്കിൽ സെറ്റ് ഉണ്ടായാൽ പോരാ. അതിലേക്ക് ഫണ്ട് കൊണ്ടുവരണം, അതിലേക്ക് ആൾക്കാരെ ഓൺബോർഡ് ചെയ്യണം, ഏറ്റവും ബെസ്റ്റ് എഞ്ചിനീയേഴ്സിനെ കൊണ്ടുവരണം, ഏറ്റവും നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കണ്ടെത്തണം, ഏറ്റവും നല്ല മാർക്കറ്റിലേക്ക് നമ്മൾ പിച്ച് ചെയ്യണം, ഏറ്റവും നന്നായിട്ട് ഡിസൈൻ ചെയ്യാൻ അറിയണം, ഏറ്റവും നല്ല രീതിയിൽ യൂസർ എക്സ്പീരിയൻസ് വേണം. അപ്പം നമ്മളുടെ സ്കിൽ സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം നമ്മുടെ സ്കിൽ സെറ്റ് അസോസിയേറ്റഡ് വിത്ത് ഓൾ ടുഗദർ എത്രത്തോളം അടിപൊളിയാണ്, അതിനനുസരിച്ചിട്ടിരിക്കും നമ്മളുടെ റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പം ഈ ഈ ഒരു സ്കിൽ സെറ്റ് നമ്മൾ വളരെ ഫോക്കസ് ചെയ്തിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു പാർട്ടും കൂടിയാണ് നമ്മൾ ബിഫോർ സ്റ്റാർട്ടിങ് ഈ സർവീസ് ഓർ പ്രൊഡക്റ്റ് ബിസിനസ്. ആൻഡ് ഇതിലെ വേറൊരു അടുത്ത പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. പലപ്പോഴും നമ്മൾ കാണുന്ന കോസ്റ്റ് ഉണ്ടാവും, കാണാത്ത കോസ്റ്റ് ഉണ്ടാവും. ഇപ്പം നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സെറ്റ് ഓഫ് കോസ്റ്റുകൾ വരും. ലൈക്ക് നമ്മൾ ഡയറക്റ്റ്ലി കാണുന്ന ഒരു കോസ്റ്റ് എന്ന് പറയുന്നത്, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ
നമ്മൾ ഡയറക്റ്റ്ലി അവിടെ എംപ്ലോയ് ചെയ്യുന്ന ആൾക്കാരുടെ അക്കൗണ്ട്, അത് മേടിക്കുന്നതിന് കോസ്റ്റ്, അതുപോലെയുള്ള റിലേറ്റഡ് പാർട്ടുകളാവും നമ്മൾ പ്രൈമറി കാണുക. അതായത് അതിന്റെ മെറ്റീരിയൽസ് ബൈ ചെയ്യുന്നത്, അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കോസ്റ്റ്, ഇതുപോലുള്ള കാര്യങ്ങളാവും. പക്ഷെ അവിടെ ഒരുപാട് അതർ കോസ്റ്റുകൾ നമ്മൾ കാണാണ്ട് പോകുന്നുണ്ടാവും. അതായത് ഒരു ബിസിനസ് വളരുന്ന സമയത്ത് അതിന്റെ മാനേജറിയൽ ലീഡർഷിപ്പ് ടീം, അത് അസോസിയേറ്റഡ് ആയിട്ടുള്ള ടൂൾസ്, ട്രാൻസ്പോർട്ടേഷൻ, ഡെലിവറി, ഇങ്ങനെ പറയുന്ന നമ്പർ ഓഫ് കോസ്റ്റ്. അപ്പോൾ ക്ലിയർ കട്ടായിട്ട് നമ്മൾ ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും നമുക്ക് അതിന്റെ ഒരു കോസ്റ്റിംഗ് പാർട്ട് വളരെ നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. ആൻഡ് അതിൽ നിന്ന് കിട്ടാൻ സാധ്യതയുള്ള റിട്ടേൺ. ഈ കോസ്റ്റിംഗ് പാർട്ടിലെ പലരും ഇഗ്നോർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ്. അതായത് ഒരു കസ്റ്റമറെ നമുക്ക് കണ്ടെത്താൻ നമുക്ക് എന്ത് ചെലവുണ്ട് എന്നുള്ള പാർട്ട്. കാരണം നമുക്കൊരു കസ്റ്റമറുടെ മുമ്പിലേക്ക് ഇപ്പം നമ്മൾ 1,00,000 ആൾക്കാരുടെ മുമ്പിലേക്ക് നമ്മുടെ പ്രോഡക്റ്റ് എത്തണം എന്ന് വിചാരിക്കാം. ആ 1,00,000 ആൾക്കാരുടെ മുമ്പിലേക്ക് നമ്മുടെ പ്രോഡക്റ്റ് കാണിക്കാൻ ഏത് മീഡിയ ആണെങ്കിലും, ഇപ്പോൾ പത്രമാവട്ടെ, ടി വി ആവട്ടെ, ഓൺലൈൻ അഡ്വർടൈസിങ് ആവട്ടെ, നമ്മൾ ഓർഗാനിക് ആവട്ടെ, വട്ട്, അതിനൊരു കോസ്റ്റ് ഉണ്ട്. ആ കോസ്റ്റ് പലപ്പോഴും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ ഐഡന്റിഫൈ ചെയ്യാറില്ല, അല്ലെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യപ്പെടാറില്ല. അപ്പോൾ ആ കസ്റ്റമറെ കണ്ടെത്താനുള്ള ഒരു കോസ്റ്റ് നമ്മൾ എപ്പോഴും നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാത്തയോ അല്ലെങ്കിൽ ഇതുവരെ ബിസിനസ് ചെയ്യാത്ത ആൾക്കാരുടെയോ അഡ്വൈസ് എടുക്കരുത് എന്നുള്ളതാണ് അനദർ പോയിന്റ്. കാരണം ഇങ്ങനെയുള്ള പാർട്ടുകളിലൊക്കെ നമുക്ക് ഒരുപാട് അഡ്വൈസുകൾ പലരും തരാനുണ്ടാവും, നമ്മുടെ സുഹൃത്തുക്കൾ. അപ്പം ഓൾറെഡി ആ ഒരു പർട്ടിക്കുലർ ബിസിനസ്സിൽ നിൽക്കുന്ന ആൾക്കാരുടെ അഡ്വൈസ് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് എടുക്കുക. പിന്നെ അവർക്കും കുറെ ലിമിറ്റേഷൻസ് ഉണ്ടാവും, കാരണം അവർ റൺ ചെയ്യുന്ന ചിലപ്പോൾ അവരുടെ കണക്ഷൻ ബിസിനസ്സും അവരുടെ റിലേറ്റഡ് പാർട്ടുകളാവും. അപ്പം നമ്മൾക്ക് മാക്സിമം നോളജ് അതിൻ്റെ ഉള്ളിൽ അക്വയർ ചെയ്യുക, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. അപ്പം എപ്പോഴും നമുക്ക് അതിനനുസരിച്ച് നമ്മൾ മെൻറ്റർ ചെയ്യാനും നമുക്ക് ഗൈഡൻസ് തരാനുമുള്ള ആൾക്കാരെ മൾട്ടിപ്പിൾ ലെവലിൽ കണ്ടെത്തുക, ഈ ഒരു ബിസിനസ് സക്സസ് ആവുന്ന വരെ. കാരണം എല്ലാവരും ഇതുപോലെ റിസ്കുകൾ എടുത്തിട്ട് തന്നെയാണ് ഒരു ബിസിനസ്സിലേക്ക് വരുന്നത്. ആദ്യത്തെ പല ബിസിനസ്സുകളും ഫെയിലിയർ ആവുന്നതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ, നമ്മൾ എടുത്തു ചാടി ഒരു ബിസിനസ്സിലേക്ക് വരും, അതിൻ്റെ വരും വരായികളെ കുറിച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാത്ത ഒരു പെർസ്പെക്റ്റീവും കൂടിയാണ്. അപ്പം ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ എന്തായാലും ഉണ്ടാവും. അപ്പം വീഡിയോ വളരെ ലെങ്ത് കൂടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കോമൺലി വരുത്തുന്ന മിസ്റ്റേക്കുകൾ ഏതൊക്കെ രീതിയിൽ നമ്മൾ നേരത്തെ തന്നെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ള പാർട്ടുകളുടെ ഇനിയുമുള്ള വീഡിയോസിൽ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ഞാൻ പ്ലാൻ ചെയ്യുന്നത് ആഴ്ചയിൽ അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ എങ്കിലും പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കൂടുതലാക്കാൻ നമുക്ക് നോക്കാം. മാർക്കറ്റിംഗ് ഞാൻ എന്നെ കുറിച്ചിട്ടൊന്നും പറയാം. എൻ്റെ പേര് നിയാസ് എന്നാണ്. ഗ്രോത്ത് ഫാദർ എന്ന് പറയുന്ന ഒരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ കൺസൾട്ടിങ് റിലേറ്റഡ് ഫേം എറണാകുളത്ത് വർക്ക് ചെയ്യുന്നതാണ്. ആൻഡ് നമുക്ക് ഇപ്പോൾ GCCയിലും രജിസ്റ്റേർഡ് ഫേമാണ് ഗ്രോത്ത് ഫാദർ LLC എന്നുള്ള പേരിൽ. അപ്പം നമ്മൾ മെയിൻലി ബിസിനസ്സുകളെ റവന്യൂ അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ ഇൻക്രീസ് ചെയ്യാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ടെക്നോളജി എക്സ്പെക്റ്റിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ സോഫാർ സ്റ്റാർട്ടപ്സ് മുതൽ 1,000 കോടി മുകളിൽ കമ്പനികളെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് അറൗണ്ട് മോർ ദാൻ 300 ഡിഫറെൻറ്റ് കമ്പനീസ്. അപ്പം ആ ഒരു നോളജിൽ നിന്ന് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ ഒരു സീരീസിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. വലിയ എഡിറ്റിങ്ങോ പരിപാടിയോ ഒന്നുമില്ല, ജസ്റ്റ് കാഷ്വൽ ടോക്ക്, അതാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ നോളജ് ദാറ്റ് ഐ ഹാവ് അക്വയർഡ് ഡ്യൂറിങ് കഴിഞ്ഞൊരു 10 to 15 ഇയേഴ്സിൻ്റെ ഉള്ളിൽ ഞാൻ മനസ്സിലാക്കിയതും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഫുള്ളി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. മോർ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഡെഫിനറ്റ്ലി ഇതിൽ വരുമെന്ന് എനിക്കുറപ്പാണ്. ഞങ്ങൾക്ക് ആ ഉറപ്പ് നിങ്ങളുടെയും പെർസ്പെക്റ്റീവിൽ എനിക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ എന്താ പറയുക ആത്മാർത്ഥമായിട്ട് പറയുന്നു. അപ്പം നമുക്ക് നോക്കാം എനിവേ നെക്സ്റ്റ് വീഡിയോസിൽ എങ്ങനെ ഇത് പല രീതിയിൽ യൂസ്ഫുൾ ആവുമെന്ന്. അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സുഹൃത്തിനൊക്കെ ഇത് അയച്ചു കൊടുക്കുക. അപ്പം താങ്ക് യു.